6 മാസമായ കുഞ്ഞുങ്ങളുടെ ഡയറ്റ് പാലിൽ നിന്നാണ് തുടങ്ങുന്നത്. ഈ സമയം കുഞ്ഞുങ്ങൾക്ക് നൽകാൻ പറ്റിയ പോഷകങ്ങളുള്ളതും രുചികരവുമായ ഭക്ഷണം എന്താണെന്നായിരിക്കും അമ്മമാർ തേടുക. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് അത്തരത്തിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബി ഫുഡ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് ഗ്രീൻ ബീൻസ് ചേർക്കാം. ഇനി 1/2 കപ്പ് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അര കപ്പ് ഗ്രീൻ പീസും ചേർക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. രുചിക്ക് ആവശ്യമായ ഉപ്പും ചേർക്കണം. അവസാനമായിട്ട് 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ അടച്ച് 2-3 വിസിൽ വരുന്നതുവരെ ഇത് വേവിക്കുക. 2-3 വിസിൽ കേട്ടിട്ടുണ്ടെങ്കിൽ തീ ഓഫാക്കി കുറച്ചു നേരം ഇത് തണുക്കാനായി വിടണം. ഇവിടെ തണുത്തു വന്നിട്ടുണ്ട്. ഇതിനി മുഴുവനായിട്ടും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് ആക്കി എടുക്കണം. കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ പാകത്തിന് വേണം ഇത് കിട്ടാനായിട്ട്. ഇവിടെ നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സാധാരണ ഒരു കുറുക്ക് പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലേ? ഈ വെജ് പ്യൂരി കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ ഒരു പുതിയ എനർജി കുഞ്ഞുങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല ഈ ഡിഷ് ഫോസ്ഫറസ്, സിങ്ക്, മഗ്നീഷ്യം എന്നിവയാൽ സമൃദ്ധമാണ്. ഇത് കുഞ്ഞുങ്ങളുടെ എല്ലുകളെ സ്ട്രോങ് ആക്കും. ഇതിൽ അയൺ, പൊട്ടാസ്യം എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ഇത് കുട്ടികളുടെ വളർച്ചയ്ക്ക് നിർണായക പങ്ക് വഹിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് പുറത്തു നിന്ന് വാങ്ങി നൽകുന്ന ബേബി ഫുഡുകളേക്കാൾ എന്തുകൊണ്ടും മികച്ച ഒരു ഓപ്ഷനാണ് ഈ ഒരു വെജ് പ്യൂരി. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ കുട്ടികൾക്കായിട്ട് ഇത്തരത്തിലുള്ള ഒരു വെജ് പ്യൂരി തയ്യാറാക്കി കൊടുക്കുക. വളരെ ഹെൽത്തിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.